പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 4 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എന്താണെങ്കിലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ചോദ്യം? നമ്മൾക്കറിയാം, സ്ഥിരമായിട്ട് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാർ കീജിയെ, അഥവാ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടും രസകരമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾക്കറിയാം, നമ്മൾ വരച്ച് വളരെ സുന്ദരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചിലവർക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയും, നല്ല ഡിസൈനൊക്കെ കൊടുക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? പോസ്റ്റർ തയ്യാറാക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അത് നോക്കുന്ന സമയത്ത് ഈ മാർക്ക് ഇടുന്ന ആളുകൾക്ക് അതിൻ്റെ ഭംഗിയൊക്കെ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് നോക്കാം, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതാണ് നമ്മളിവിടെ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഉൻവാൻ, ഒരു തലക്കെട്ട് വേണം. പോസ്റ്റർ ആണെങ്കിൽ എന്ത് വേണം? വെറുതെ അങ്ങോട്ട് എഴുതി തുടങ്ങാണോ? അല്ല, ആദ്യമായിട്ട് നമ്മൾ ഉൻവാൻ, ഒരു തലക്കെട്ട് നമ്മൾ കൊടുക്കണം. എന്താ തലക്കെട്ട് കൊടുക്കേണ്ടത്? എന്ത് പ്രോഗ്രാം ആണോ നടക്കുന്നത് ആ പ്രോഗ്രാമിൻ്റെ പേരായിരിക്കണം നമ്മൾ തലക്കെട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഹെഡിങ് അഥവാ തലക്കെട്ട് കൊടുക്കണം. ഇനിയോ താരീഖ് അല്ലേ, ഏത് സമയത്താണ് പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പോസ്റ്ററിൽ കാണിക്കണം. തീയതി, ജഗ, സ്ഥലം, ഏത് സ്ഥലത്താണ്? ചിലപ്പോൾ ഓഡിറ്റോറിയത്തിലായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും സ്കൂളിലായിരിക്കും, ചിലപ്പം ഏതെങ്കിലും നാടിലായിരിക്കും. എവിടെയാണെങ്കിലും ആ ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥലം നമ്മളവിടെ മെൻഷൻ ചെയ്യണം, പോസ്റ്ററിൽ എഴുതണം. ഇനി ആ ഒരു പരിപാടിക്ക് ഒരു സദർ ഉണ്ടാവും, അഥവാ ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഒരു അധ്യക്ഷനായിരിക്കും ആ പരിപാടി കൈകാര്യം ചെയ്യുന്ന ആൾ. അപ്പം ആ ഒരു അധ്യക്ഷൻ്റെ പേര് ആ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. ഇഫ്തിതാഹ്, ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേരും ആ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. ഇത്രയും സംഗതി ഒരു പോസ്റ്ററിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തണം. ഇതല്ലാതെ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അത് നമ്മൾ പോസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളറിയാം, നമ്മുടെ സാജൻ അല്ലേ, നമുക്കറിയാം നമ്മുടെ സാജൻ എന്തായി? IAS ഒക്കെ പാസ്സായില്ലേ. കഠിന പ്രയത്നത്തിലൂടെ IAS ഒക്കെ പാസ്സായിട്ട് വളരെ അഭിമാനത്തോടു കൂടി നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം നാട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ച് നമ്മുടെ സാജൻ എന്ത് ചെയ്യണം? ഒരു സ്വീകരണം കൊടുക്കണം, ഒരു അനുമോദന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. നമ്മളോട് ചോദിക്കും, ബച്ചോ യേ ജലസ കെ ലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കീജിയെ, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നെന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കും. നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യമായിട്ട് ഇതൊക്കെ എന്തിലുണ്ടാവും? എന്താണ് പ്രോഗ്രാം, ആരാണ് അതിൻ്റെ സദർ, ഇഫ്തിതാഹ് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ ചോദ്യത്തിലുണ്ടാവും. നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ആ പേരുകളൊക്കെ കണ്ടെത്തിയിട്ട് ഈ പോസ്റ്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആദ്യമായിട്ട് തെഹ്നീത്തി ജലസ, ഇവിടെ അതാണ് പരിപാടി അല്ലേ, അനുമോദന സദസ്സ്. സാജൻ IAS की കാമിയാബി पर, എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തു സാജൻ IAS വിജയിച്ചതിൻ്റെ പേരിലുള്ള എന്താണ്? ഒരു തെഹ്നീത്തി ജലസ, ഒരു അനുമോദന സദസ്സാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ തെഹ്നീത്തി ജലസ എന്നുള്ള ടേമൊക്കെ എവിടെ തന്നെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ തെഹ്നീത്തി ജലസ നമ്മൾ എന്ത് ചെയ്തു? തലക്കെട്ട് നമ്മൾ കൊടുത്തു. ഇനിയോ തീയതിയാണ് വേണ്ടത്. തീയതി ഇവിടെ കൊടുത്തു. ഫെബ്രുവരി 5-ാം തീയതിയാണ് 2017 നമ്മൾ 5 ബജെ 5 മണിക്കാണ് നടക്കുന്നത്. ഇതെന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റൗണ്ടൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ഭംഗിയുള്ള പൂക്കളൊക്കെ വരച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും എഴുതാം. തീയതി എന്ത് ചെയ്യാം? ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനോഹരമായിട്ടുള്ള ഒരു റൗണ്ടൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതിയാലും മതി. ഇനിയോ അടുത്തത് ജഗ, സ്ഥലമാണ് അല്ലേ. ലൈബ്രറി ഹാൾ എറണാകുളം, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്ത് ചെറിയൊരു റൗണ്ടിൻ്റെ ഉള്ളിലാക്കിയാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി എന്ത് ചെയ്യാം? സ്വദറാത്ത്, അധ്യക്ഷൻ എന്ന് എഴുതുക, 2 ഡോട്ട് ഇടുക. സ്വദറാത്ത് ആരാണ്? കുമാരൻ മാസ്റ്റർ, സദറെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കുമാരൻ മാസ്റ്റർ ആണ് അധ്യക്ഷൻ. അപ്പം ഈ കുമാരൻ മാസ്റ്റർ ആരാണ് എന്നുള്ളത് ബ്രാക്കറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ പദവി എന്താണ് എന്നുള്ളത് ബ്രാക്കറ്റിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്.
ഇനി നോക്ക്, ഇഫ്തിതാഹ്, ഏതൊരു പരിപാടിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായിരിക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലേ? വളരെ അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ആ പരിപാടിയുടെ ഉദ്ഘാടകൻ. അപ്പം ഇഫ്തിതാഹ്, ഉദ്ഘാടനം, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അഹമ്മദ് ജമാൽ. അഹമ്മദ് ജമാൽ എന്ന് പേരുള്ള ഒരാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ആരാണ്? MLA ആണ്. അപ്പൊ MLA എന്ന് എഴുതിയിട്ട് അഹമ്മദ് ജമാൽ എന്നും നമ്മൾ എഴുതി അല്ലേ? ഇഫ്തിതാഹ്, ഉദ്ഘാടനത്തിന് എന്താ പറയാ? ഇഫ്തിതാഹ്. പിന്നെയോ തഹ്നീതി ഖുതുബ, അനുമോദന പ്രസംഗം. നമ്മൾ ഒരാളെ അനുമോദിക്കാണ്, IAS ആയതിൻ്റെ പേരിൽ നമ്മൾ ആരെ അനുമോദിക്കാണ്? സാജന അനുമോദിക്കാണ്. അപ്പൊ സാജന പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കണം. അതാരാണ് ചെയ്യുന്നത്? രമാദേവി, വാർഡ് മെമ്പർ ആയിട്ടുള്ള രമാദേവിയാണ് തഹ്നീതി ഖുതുബ അഥവാ അനുമോദന പ്രസംഗം നടത്തുന്നത്. ഇസ്ഹാറെ തശക്കൂർ, ഇതെല്ലാത്തിലും ഉണ്ടാവും. അഥവാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്താശംസിക്കും? ഒരു നന്ദി ആശംസിക്കും അല്ലേ? അതാണ് ഇസ്ഹാറെ തശക്കൂർ, നന്ദി പ്രസംഗം. ജോസഫാണ് നന്ദി പ്രസംഗം നടത്തുന്നത്. ഇത്രയും സംഗതികൾ ഉൾപ്പെടുത്തുക. ഇനി ഇതൊന്നും കഴിയാത്ത ആളുകൾ സദറാര, ഇഫ്തിതാഹ് ഇത് രണ്ടും ഉൾപ്പെടുത്തുക. അധ്യക്ഷൻ്റെയും ഉദ്ഘാടകൻ്റെയും പേര് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. ഇനി അവസാനം എല്ലാ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് വേണ്ടേ? പരിപാടി മാത്രം കൊടുത്താൽ മതിയോ? പോരാ, ആ ആളെന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ ക്ഷണിക്കും കൂടെ വേണം. അപ്പോഴാണ് പോസ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. അത് നോക്ക്, തമാം അഹ്ബാബ് സെ ജൽസാമേം ഷിർക്കത്ത് കി ദർഖാസ്ത് ഹെ, ഇത്ര എഴുതി കൊടുത്താൽ മതി. തമാം അഹ്ബാബ് സെ, മുഴുവൻ കൂട്ടുകാർക്കും മുഴുവൻ സ്നേഹിതർക്കും ജലസാമേം ഷിർക്കത്ത് കി, ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള ദർഖാസ്ത് ഹെ അഥവാ പങ്കെടുക്കുന്നതിനുള്ള ആശംസ അഥവാ പങ്കെടുക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ്. ഈ ഒരു സംഗതി ഇതെന്ത് ചെയ്യാം? എല്ലാവരും കാണാതെ പഠിക്കുക. തമാം അഹ്ബാബ് സെ ജലസാമേം ഷിർക്കത്ത് കി ദർഖാസ്ത് ഹെ, എല്ലാ ആളുകളോടും എല്ലാ സ്നേഹിതരോടും ജലസയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു, ക്ഷണിക്കുന്നു എന്നുള്ള ഒരു ടേം. ഈ ഒരു ടേമും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്കും കിട്ടും. എന്ത് ചെയ്യാം? വളരെ ഭംഗിയായിട്ട് പോസ്റ്റർ എഴുതി വെക്കുക. ഇനി ഇതേ സംഗതിയിൽ നിന്നും വേറൊരു രീതിയിലും ചോദ്യം വരാറുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. സാധാരണ ചില സമയങ്ങളിൽ പോസ്റ്റർ തരും. പോസ്റ്റർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു പോസ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇങ്ങനെയും എന്തിൽ കാണാറുണ്ട്? ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ചോദ്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നോക്ക്, ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ പോസ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യം നോക്ക്. യേ കിസ് പ്രോഗ്രാം കാ പോസ്റ്റർ ഹെ. ഒന്നാമത്തെ ചോദ്യം, യേ കിസ് പ്രോഗ്രാം കാ പോസ്റ്റർ ഹെ. ഈ ഒരു പോസ്റ്റർ കിസ് പ്രോഗ്രാം കാ, എന്ത് പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ആകുന്നു? കിസ് പ്രോഗ്രാം കാ, ഏത് പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ആകുന്നു? ഏത് പ്രോഗ്രാമിൻ്റെതാണ്? ഹെഡിങ് നോക്കിയാൽ മനസ്സിലാവും. തഹ്നീതി ജലസ അല്ലേ? തഹ്നീതി ജലസയുടെ പോസ്റ്ററാണ്. അപ്പം നമ്മൾ എഴുതണം യേ തഹ്നീതി ജലസ കാ പോസ്റ്റർ ഹെ. ഇത് തഹ്നീതി ജലസയുടെ പോസ്റ്റർ ആകുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്ക്, പ്രോഗ്രാം കബ് മുൻഅഖിദ് കർത്താ ഹെ. പ്രോഗ്രാം എപ്പോഴാണ്? കബ്, എപ്പോൾ, മുൻഅഖിദ് കർത്താ ഹെ, എപ്പോഴാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? കബ് എപ്പോഴാണ്? ഡേറ്റ് ചെയ്താൽ അവിടെ ആ ഡേറ്റ് എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഏ പ്രോഗ്രാം ഡേറ്റ് എഴുതിയിട്ട് മുൻഅഖിദ് കർത്താ ഹെ, അന്ന് എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രോഗ്രാം കി സദറാത്ത് കോൻ കർത്താ ഹെ. പ്രോഗ്രാമിൻ്റെ സദറാത്ത്, അധ്യക്ഷത ആരാണ് വഹിക്കുന്നത്? നമുക്കറിയാം പ്രോഗ്രാം കാ സദറാത്ത് കുമാരൻ മാസ്റ്റർ കർത്തേ ഹെ. കുമാരൻ മാസ്റ്റർ ആണ് ചെയ്യുന്നത്. അത് എഴുതി കൊടുത്താൽ മതി. പ്രോഗ്രാം കി സദറാത്ത് കുമാരൻ മാസ്റ്റർ കർത്തേ ഹെ. അടുത്ത ചോദ്യം നോക്ക്, പ്രോഗ്രാം കാ ഇഫ്തിതാഹ് കോൻ കർത്താ ഹെ. ആരാണ് പ്രോഗ്രാമിൻ്റെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം ചെയ്യുന്നത്? നമുക്ക് എഴുതാം യേ പ്രോഗ്രാം കാ ഇഫ്തിതാഹ് അഹമ്മദ് ജമാൽ സാഹിബ് കർത്തേ ഹെ അഥവാ MLA കർത്താ ഹെ അല്ലേ? MLA ആണ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നു, യേ പ്രോഗ്രാം ക്യോ മുൻഅഖിദ് കർത്താ ഹെ. ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? നമുക്കറിയാം യേ പ്രോഗ്രാം സാജൻ
IAS की कामयाबी पर അല്ലേ മുനാക്കിദ് करता है ഇവിടെ കൊടുത്തിട്ടുണ്ട് സാജൻ IAS പാസ്സായതിൻ്റെ പേരിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയും ചോദ്യം ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. നിർബന്ധമായിട്ടും ഈ ഒരു സംഗതിയും നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കൂ. അവസാനമായിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി. ഈ ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സവാനിഹി നോട്ട് അഥവാ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം കാണുന്ന ഒരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ഏതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രനാഥ ടാഗോർ അല്ലെങ്കിൽ നസീർ അക്ബറാബാദി ഇവരെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളോട് മിക്കവാറും ചോദിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ആദ്യം എന്ത് തന്നിരിക്കും? ആ ഒരു മഹത് വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അദ്ദേഹം ആരാണ്, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതകൾ അല്ലെങ്കിൽ രചനകൾ ഏതാണ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ അതെന്ത് മാത്രമാക്കിയാൽ മതി? ഒരു കുറിപ്പ് രൂപത്തിലേക്ക് മാറ്റി എഴുതിയാൽ മാത്രം മതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇഷാറോ की मदद से नज़ीर अकबराबादी के बारे में एक सवाल ही नोट तैयार कीजिए. ചോദ്യം ശ്രദ്ധിച്ചോ? എന്താ ചോദ്യം? ഇഷാറോ की मदद से തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ നസീർ അക്ബറാബാദി, നമുക്കെല്ലാം അറിയാം സതാത്തിഹ മുഫ്ലിസി എന്ന നമ്മുടെ പാഠഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള കവിത എഴുതിയിട്ടുള്ള ആളാണ് ആര്? नज़ीर अकबराबादी. अब नज़ीर अकबराबादी के बारे में एक सवानिही नोट तैयार कीजिए. नज़ीर अकबराबादिയെ കുറിച്ച് ഒരു സവാനിഹി നോട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ജീവചരിത്ര കുറിപ്പാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നസീർ അക്ബറാബാദി അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വലി മുഹമ്മദ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അസ്ലി യഥാർത്ഥത്തിലുള്ള പേര്. മറ്റേത് അദ്ദേഹം കവിത എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ്. ഷുഹറത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, അവാമി ഷായിർ, ഒരു അവാമി ഷായിറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. ഇനി പൈദായിഷ് അദ്ദേഹത്തിൻ്റെ ജന്മം എന്നാണ് 1840 ദഹ്ലിയിലാണ് അദ്ദേഹം 1740 ഡൽഹിയിലാണ് ജനിച്ചത്. അതുപോലെ നസം ഏതാണ്? ബർസാത്ത്, ഹോളി, ദീവാലി, റോട്ടിനാമ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റേത് നസമുകൾ. മരണപ്പെടുന്നത് 1830 ആഗ്രയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി. ഇന്തിക്കാൽ എന്ന് പറഞ്ഞാൽ മരണപ്പെടുക എന്നാണ് അർത്ഥം, മൗത്ത് എന്നാണ് അർത്ഥം. നസീർ അക്ബറാബാദി ഉറുദു കെ മഷ്ഹൂർ ഷായിർ ഹെ. നമ്മൾ ആദ്യം എഴുതി തുടങ്ങാണ്. നസീർ അക്ബറാബാദി ആരാണ്? ഉറുദു കെ മഷ്ഹൂർ ഷായിർ ഹെ, ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം. മഷ്ഹൂർ ഷായിർ ഹെ. ഇനിയോ ഉൻക അസ്ലി നാം നമുക്ക് തന്നിട്ടുണ്ട്. ഉൻക, നമ്മൾ ഉൻക എന്ന് മുന്നിൽ ചേർത്ത് കൊടുത്തു. ഉൻക അസ്ലി നാം വലി മുഹമ്മദ് ഹെ. അടുത്ത സെന്റൻസ് ആയി. ഉൻക അസ്ലി നാം വലി മുഹമ്മദ് ഹെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വലി മുഹമ്മദ് എന്നാകുന്നു. ഇനിയോ വോ അവാമി ഷായിർ കെ നാം സെ ഹൈസിയത്ത് സെ മഷ്ഹൂർ ഹെ. വോ അവാമി ഷായിർ കെ നാം സെ എന്ന് എഴുതിയാലും മതി. അദ്ദേഹം അവാമി ഷായിർ എന്നുള്ള പേരിൽ എന്താണ്? മഷ്ഹൂർ ഹെ. ഷുഹറത്ത് എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ എന്താകും? മഷ്ഹൂർ ഹെ, പ്രശസ്തനാകുന്നു. ഇനിയോ അദ്ദേഹത്തിന് ജനിച്ചത് നമ്മൾ എഴുതണം അല്ലേ? ഉൻകി പൈദായിഷ്, നമ്മൾ ഇതിൻ്റെയൊക്കെ ഉൻക അസ്ലീന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഇവിടെയോ ഉൻകി പൈദായിഷ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനം 1740 ഡൽഹിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ദഹ്ലി മേഹെ. നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒരു ഹേ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഉൻകി പൈദായിഷ് 1840 ദഹ്ലി മേഹെ, ഡൽഹിയിലാകുന്നു. ഇനിയോ അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നസമുകൾ ചേർക്കണം അല്ലേ? എങ്ങനെ ചേർക്കാം നോക്ക്. ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നസമുകളാണ് എഴുതുന്നത്. ബർസാത്ത്, ഹോളി, ദീവാലി, റോട്ടിനാമ വഗൈറ ഉൻകി മഷ്ഹൂർ നസ്മേ ഹെ, അല്ലെങ്കിൽ ഉൻകി മഷ്ഹൂർ നസ്മേ ബർസാത്ത്, ഹോളി, ദീവാലി, റോട്ടിനാമ വഗൈറ ഹെ. അങ്ങനെയും എഴുതാം. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഉൻകി എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയോ അവസാനമായിട്ട് അദ്ദേഹം മരണപ്പെട്ടത് എഴുതണം. നസീർ അക്ബറാബാദി എന്നെഴുതു 1830 ആഗ്രാമേ ഇന്തിക്കാൽ ഹുവ.
മരണപ്പെട്ടു. ഇന്തിക്കാൽ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹുവ എന്ന് ചേർത്ത് കൊടുത്താൽ മതി, മരണപ്പെട്ടു. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ചോദിച്ചാലും ഇതേ സംഗതി തന്നെയാണ്. ഉൻകി പൈദായിഷ്, ഉൻക അസലി നാം, ഉൻക ഇന്തിക്കാൽ, ഉൻക മഷ്ഹൂർ നസ്മേം എന്നൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. അത് എഴുതിയിട്ട് ഇതും എഴുതിയിട്ട് ഹേ എന്ന് ചേർത്ത് കൊടുത്താൽ ഓരോ സെൻറ്റൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അതും നിങ്ങൾ പഠിക്കുക. നമ്മൾ എത്ര കാര്യങ്ങൾ നോക്കി. ഇന്ന് നമ്മൾ 2 ജീവചരിത്ര കുറിപ്പുണ്ടാക്കാനും പഠിച്ചു, അതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. എന്താണെങ്കിലും 8 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാത്രം നേടാൻ കഴിയും. എന്തായാലും കറക്റ്റായിട്ട് പഠിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. എന്താണെങ്കിലും കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഖുദാ ഹാഫിസ്.